ഇവിടെ സർക്കാരിന്റെ ഒരു ഇടപെടൽ കൂടി ഇക്കാര്യത്തിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് സതീഷ് വസന്തിലേക്ക് പോവുകയാണ്. ഇടതുപക്ഷ നിരീക്ഷകനാണ്. MLA-ക്കെതിരെ ക്രിമിനൽ കുറ്റമില്ല, പരാതിയില്ല എന്ന കോൺഗ്രസിന്റെ വാദം അങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് ഇരകളായി നിൽക്കുന്നത് സ്ത്രീകളാണ്. ഇവരെ അങ്ങേയറ്റം സമൂഹ മാധ്യമത്തിലൂടെ ഭീഷണിപ്പെടുത്തുന്ന, അവഹേളിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും അവരുടെ ഒരു പരാതി, ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി നൽകുക എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെയാണ് ഒരു സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകേണ്ടത്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു നീക്കവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങേക്ക് പ്രതികരിക്കാം. നീലിമ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പേ ബഹുമാനപ്പെട്ട തൗഫീക്ക് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടമൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ FIR ഒരു കംപ്ലൈൻറ്റോ വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല. നോക്ക്, 3 ദിവസത്തിന് മുമ്പേ ഒരു യുവനടിയും അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്തുമായ ആ നടി മാധ്യമങ്ങളുടെ മുമ്പ് വന്ന് അവരെ പരാതി പറഞ്ഞു. അവരും പേര് പറഞ്ഞിട്ടില്ലല്ലോ. അവർ പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് ഹൂ കെയർ. ഈ ഒരു വാചകമല്ലാതെ അവർ വേറൊന്നും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഈ ഹൂ കെയർ എന്നുള്ള വർത്തമാനം പറയുന്നത് ആരാണെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അവർ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ എന്നാണ് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വന്നിട്ടുണ്ട്. നോക്കൂ, ഇവിടെ തൗഫീക്ക് പ്രതിരോധിക്കുന്നത് രാഹുൽ മൂട് കാര്യം എന്ന് വെച്ചാൽ യുവജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയായ, അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന, വാചകം കൊണ്ട് ആക്രമിക്കുന്ന ഒരു നേതാവ്. ആ നേതാവിൻ്റെ ഭാവിയെ ഇല്ലാതാക്കുക എന്നാണ് ഈ നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം എന്തായി? അതാരാണ്? ഈ യുവനന്ദിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് നമ്മുടെ CPM-ൻ്റെ നേതാക്കളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോകൾ പ്രചരിച്ചുകൊണ്ട് ആണ് ഇവർ പ്രതിരോധിച്ചത്. അത് കഴിഞ്ഞിട്ട് എന്താണ് വന്നത്? പിന്നെ തുടരെ ഒരു ചീട്ട് കൊട്ടാരം പോലെ പരാതികളുടെ പ്രഭാവം വന്നിട്ടത്. നോക്കൂ, ഒരു എഴുത്തുകാരി പറയുന്നു, ഒരു ഹണി ഭാസ്കർ, അവർ പറയുന്നത് നമ്മൾ ചെയ്ത ചാറ്റിങ് അവർ യുവജനങ്ങൾ ഈ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ തന്നെ അതിൽ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ചാറ്റ് ചെയ്ത ഈ കാര്യങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാവരും കാണിക്കുന്നതാണ്. ഒന്നാലോചിച്ച് നോക്കൂ. അത് കഴിഞ്ഞിട്ട് ഈ തൗഫീഖിൻ്റെ ഒരു കാര്യം ചോദിക്കുന്നത്, KC വേണുഗോപാൽ എന്ന നിങ്ങളെ ദേശീയ ACC ജനറൽ സെക്രട്ടറി ആണല്ലോ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ വിലക്കെടുക്കുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആശ പറഞ്ഞത് എനിക്കിത് ഞെട്ടിക്കണമെന്ന്. നോക്കൂ നീലിമ, ഒരു കാര്യം എന്ന് വെച്ചത് ഇദ്ദേഹം മെസ്സേജ് അയക്കുന്ന ഗൂഗിൾ പേ നമ്മളൊക്കെ അത് വിടൂ. ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഉണ്ടായത്? അല്ല, ഈ MLA രാജിവെക്കണം എന്ന് പറയാൻ നിങ്ങൾ എന്തുകൊണ്ടാണ് ആർജവം കാണിക്കാത്തത്? ആരാണ് ആർജവം കാണിക്കാത്തത്? നോക്കൂ, ഇവര് പറയുന്നതെന്ന് വെച്ചാൽ മുകേഷ് MLA, കുന്നപ്പള്ളി, അതുപോലെ തന്നെ വിൻസെന്റ്, ഇവരൊക്കെ MLA സ്ഥാനം രാജിവെച്ചു. നോക്കൂ, അവരെ ഒരു കേസും ഈ കേസും ഡിഫറൻ്റ് ആണെന്ന് നീലിമ. ഞാൻ സംസാരിച്ചില്ലല്ലോ തൗഫീഖെ. ഞാൻ ഒരു ഡിഫർമേഷൻ കേസ് അല്ലെങ്കിൽ ഒരു ആരോപണ കേസ് വരുമ്പോഴത്തേക്ക് പോലീസിന് വരേണ്ട സമയത്ത് പോലീസ് ഇടപെടും. ആ പോലീസിൻ്റെ നിയമസംഹിതം വെച്ച് നിയമ നടപടി സ്വീകരിക്കും, ഒരു സംശയമില്ല.